നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. 13ാമത്തെ ചാപ്റ്റർ. പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ 11ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. ചാപ്റ്ററിൻ്റെ പേര് മാഗ്നറ്റിസം. ഇത് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ചിത്രത്തിൽ ഒരു ഇലക്ട്രിക് ട്രെയിൻ പോകുന്നത് കാണാം അല്ലേ? ഇലക്ട്രിക് ട്രെയിനിലെ മെട്രോ ട്രെയിൻ. ആ മെട്രോ ട്രെയിനിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് പറയാം കേട്ടോ. എന്തായിരിക്കും? ഒരു മെട്രോ ട്രെയിനിൻ്റെ ഇവിടെ മാഗ്നറ്റ് ആയിരിക്കും, അതുപോലെ താഴെ ഭാഗത്ത് മാഗ്നറ്റ് ഉണ്ടാകും. ഇവ തമ്മിലുണ്ടാകുന്ന റിപ്പൽസീവ് ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഈ മെട്രോ ട്രെയിന് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇനി ഇത് മാത്രമല്ല, ഒരുപാട് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മാഗ്നറ്റിൻ്റെ ഒരു ഉപകരണത്തെക്കുറിച്ച് പറയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് ഉപകരണ? നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്ന സംഭവം. എന്നാൽ ഇൻഡക്ഷൻ കുക്കർ അല്ല കേട്ടോ, ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ കുക്കറിൽ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഓവൻ കണ്ടിട്ടുണ്ടോ? മാഗ്നറ്റിക് ഓവൻ അല്ലേ? നിങ്ങൾ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് പാചകം ചെയ്യാനായിട്ട് ഒരു പെട്ടിക്കുള്ളിലായിട്ട് നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കും. അതിൻ്റെ ഉള്ളിലും ഇതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കട്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും? നമുക്കവിടെ മാഗ്നറ്റിക് എന്താണ് അത് പെട്ടെന്ന് ചൂടാകുക ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിൽ അതുപോലെ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്ലിയർ? കാറിൻ്റെ കേസിൽ ഇതൊക്കെ ഉണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. നമുക്കിനി മാഗ്നറ്റിൻ്റെ ഒരു ചെറിയ ചരിത്രത്തെക്കുറിച്ച് നോക്കാം. 800 BC, ബിഫോർ ക്രൈസ്റ്റ്, 800 BCയിലാണ് നിങ്ങൾക്ക് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ആട്ടിടയൻ്റെ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ആട്ടിടയൻ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ആ ആട്ടിടയൻ്റെ വടി ഉണ്ടാവുമല്ലോ, വടി കൊണ്ടല്ല അങ്ങനെ മേയ്ക്കുക. ആ വടിയിൽ ഇരുമ്പ് ദണ്ടായിട്ടായിരുന്നു പോയത്. വടി എന്ന് പറയുന്നത് ഇരുമ്പ് ദണ്ട. ഈ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ആട്ടിടയൻ എന്ത് ചെയ്തത്? ഈ ആടിനെ മേയ്ക്കാൻ പോയത്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പേരെന്ന് പറയുന്നത് മാഗ്നീഷ്യ എന്ന് പറഞ്ഞത്. അതായത് മാഗ്നീഷ്യ എന്ന സ്ഥലത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? അവിടെ ഒരു പ്രത്യേക കല്ലിൻ്റെ മുകളിലെത്തിയ ഇത് അദ്ദേഹത്തിൻ്റെ വടി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. എങ്ങനെ? ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരെന്താണ്? മാഗ്നീഷ്യ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു കല്ലുകൾ ഇങ്ങനെ ഉണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ എന്ത് സംഭവിച്ചു? ഈ മാഗ്നറ്റിൻ്റെ ഈ ഇരുമ്പിൻ്റെ വടി അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അട്രാക്റ്റ് ചെയ്യുകയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനൊക്കെ എല്ലാവരും ഗവേഷണമൊക്കെ നടത്തി. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? നമ്മുടെ മാഗ്നറ്റൈറ്റ് എന്ന് ആ പ്രത്യേക വസ്തുവിനെ, ആ പാറ പോലുള്ള വസ്തുവിനെ നമ്മൾ പേരിട്ട് വിളിച്ചു. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു മാഗ്നറ്റ് എന്ന ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഗവേഷണം ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത് എന്താണ്? ഒരു മാഗ്നറ്റ് എന്ന ഇതിലുള്ള വസ്തുക്കളാണെന്നും പിന്നീട് കണ്ടെത്തി പോരുക ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലും ഇതേപോലത്തെ പാറകളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നില്ലെങ്കിലും ലഡാക്ക് പോലുള്ള ആ പ്രദേശങ്ങളിൽ നമുക്ക് ഇന്ത്യയുടെ കാശ്മീരൊക്കെ കഴിഞ്ഞ് ലഡാക്ക് ഭാഗത്ത് ഇതേപോലെ ഒരുപാട് മിനറൽസ് അടങ്ങിയിരിക്കുന്ന പ്രദേശമാണ്. ഒരുപാട് മിനറൽസുകൾ അടങ്ങിയിട്ടുള്ള പ്രദേശമാണ്. നമ്മൾ അവിടേക്ക് പോകുന്നത് വളരെ കുറവാണെന്നുള്ളൂ. കാരണം അത്രയും കഠിനമായിട്ടുള്ള പാത്താണ് ആ ഭാഗത്തേക്കൊക്കെ. അതുകൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ ഉള്ള ബോർഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്ന മേഖലകൾ കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്കവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ആ പാറകൾ മിനറൽ ആയിട്ടുള്ള ഒരുപാട്
പാറക്കെട്ടുകളാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ കാറുകളൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, കാറുകൾ അവിടെ വെറുതെ ഓഫാക്കി വെച്ചാൽ 2 പാറക്കെട്ടുകൾക്കിടയിലാണ് ഈ കാറ് ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ താനെ ഈ കാറ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു എന്ന് ഈ ഗവേഷകരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവിടെ അങ്ങനെ ഒരു പ്രദേശമുണ്ട്. പ്രദേശത്ത് ഇതേപോലെ കാറ് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ കാർ താനെ ആ പാറയ്ക്ക് അടുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഇതേപോലത്തെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം. പ്രധാനമായിട്ടും 2 വിധത്തിലുള്ള മാഗ്നറ്റുകളാണുള്ളത്. എന്ത് വിധ മാഗ്നറ്റുകളാണ്? ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ് എന്നും രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നും വിളിക്കുന്നു. എന്താണ് മാഗ്നറ്റുകൾ? പ്രധാനമായിട്ട് എത്ര വിധത്തിലുണ്ട്? നാച്ചുറൽ മാഗ്നറ്റ് എന്നും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നും. എന്താ നാച്ചുറൽ മാഗ്നറ്റ്? മാഗ്നറ്റ് ഒബ്റ്റൈൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ. ഓക്കെ, ആർ നാച്ചുറൽ മാഗ്നറ്റ്. പ്രകൃതി, അതായത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് കിട്ടുന്ന മാഗ്നറ്റുകളെ എന്താണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ആട്ടിടേൻ്റെ കേസിൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ടല്ല അത് ഓട്ടിപ്പിടിച്ചത്. പിന്നെ നമ്മൾ ഈ ലഡാക്ക് പോലത്തെ പ്രദേശത്ത് നമുക്ക് ഇതേപോലത്തെ ഇന്ത്യയുടെ ലഡാക്ക് പോലുള്ള പ്രദേശത്ത് ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് പറയില്ലേ, അതും നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ താമസിക്കുന്നവരുണ്ട്. വളരെ കുറഞ്ഞ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. കഠിനമായിട്ടുള്ള തണുപ്പും അതുപോലെ ഓക്സിജൻ്റെ അളവ് കുറവ്, അതുകൊണ്ടൊക്കെ അവിടുത്തെ കുറവാണ്. പിന്നെ അതുകൂടാതെ അവിടുത്തെ പ്ലാന്റുകൾ അധികം വളരില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, ഈ പ്ലാന്റുകൾക്ക് ഓക്സിജനും ആവശ്യമാണല്ലോ. അപ്പം പ്ലാന്റ്സൊക്കെ വളരലൊക്കെ കുറവാണ് അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് ആളുകൾ പോകാറുണ്ട്, ടൂറിസ്റ്റുകളായിട്ട് പോകാറുണ്ട്. കുറച്ച് ആളുകൾ അവിടെ താമസിക്കുന്നതുണ്ട്. പക്ഷേ ഒരുപാട് പേരൊന്നും താമസിക്കുന്നില്ല. കാരണം ഒന്ന് ഇന്ത്യയുടെ ബോർഡറാണ്, രണ്ടാമത്തത് ഇതുപോലുള്ള ഓക്സിജൻ്റെ അളവ് കുറവാണ്, പിന്നെ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നമുക്കവിടെ മിനറൽസ് ഇത് കുറവാണ്. ഓക്കെ, അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടുകളുമാണ്, അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ഈ കാരണം കൊണ്ടൊക്കെയാണ് നമുക്കവിടെ ഇന്ത്യയുടെ ആ പ്രദേശത്ത് പോകാനുള്ള ബുദ്ധിമുട്ട് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഇവിടെ നമുക്ക് നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിലേക്ക് പോകാം. നാച്ചുറൽ മാഗ്നറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ ഡയറക്റ്റ്ലി കിട്ടുന്നത്. ഓക്കെ, ഇനി നൗ ഡേയ്സ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് കോമൺലി. അതായത് എന്നാൽ പ്രകൃതി നാച്ചുറൽ മാഗ്നറ്റ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പാറക്കെട്ട് പോലെ പല പല ഈ രീതിയിലുള്ള ഷേപ്പാണ് ഉണ്ടാകുക. എന്നാൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തിട്ടെടുക്കാം, പല രീതിയിലും കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കത് പല വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പരിചയപ്പെട്ടാലോ? ഈ കാണുന്നുണ്ടാവും ഈ മാഗ്നറ്റ്, ഇതാണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ബാർ മാഗ്നറ്റ്. ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാർ പോലത്തെ ഇങ്ങനെ ഇതുപോലെ ഒരു പ്രത്യേക ഷേപ്പിൽ ഇതേപോലെ ഒരു ഷേപ്പിലുണ്ടാകുന്ന മാഗ്നറ്റാണ് ബാർ മാഗ്നറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും ഊഹിച്ചാൽ പോരെ, നമ്മൾ ചോക്ലേറ്റ് ഇല്ലേ, മിൽക്കി ബാർ എന്ന് പറയുന്നില്ലേ, അതിൽ കാണുന്നത് എങ്ങനെയാണ്? ഒരു ബാർ കണക്കിയല്ലേ, അങ്ങനത്തെ കണ്ടില്ലേ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ബാർ പോലത്തുള്ള മാഗ്നറ്റുകളെയാണ് ബാർ മാഗ്നറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഏതൊരു മാഗ്നറ്റിനും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണെന്ത്, അതിന് പോൾ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. 2 ഭാഗത്തേക്കും പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗങ്ങൾ 2 ഭാഗങ്ങളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ 6ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ പോളൊക്കെ അല്ലേ, അതിന് നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇത് ഏതൊരു മാഗ്നറ്റിനുണ്ടാവും. ബാർ മാഗ്നറ്റിന് നോർത്തും പോളും സൗത്ത് പോളും കണ്ടല്ലോ. അതേപോലെ ഈ മാഗ്നറ്റിക് നീഡിലുണ്ട്, അതിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഈ ചുവപ്പ് എൻഡുകളാണ്, ചുവപ്പ് കൂടുതലായിട്ടും നോർത്ത് പോളായിട്ടെന്നും, അതുപോലെ ഈ നീല എന്ന് പറയുന്നത് ചിലപ്പോൾ കളറൊന്നും കൊടുക്കാത്ത ഭാഗം ഉണ്ടാവും, നീലയോ അല്ലെങ്കിൽ കളർ കൊടുക്കാത്ത ഭാഗം ഉണ്ടാവും. അത് അതിൻ്റെ സൗത്ത് പോളുമായിട്ടായിരിക്കും നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇതൊരു
മാഗ്നറ്റിക് നീഡിലാണ്. ഏത് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് നീഡിലാണ്. മാഗ്നറ്റിൻ്റെ സൂചി എന്ന് പറയും. ഓക്കെ, കൂടുതലായിട്ടും മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്താണ് വടക്ക് നോക്കി യന്ത്രങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, കോമ്പസിൻ്റെ കേസിലൊക്കെ. ഇനി ഇതവിടെ നമുക്ക് അടുത്തത് യു മാഗ്നറ്റ്. യു ആകൃതിയിൽ കാണപ്പെടുന്ന മാഗ്നറ്റാണെന്ത്? യു മാഗ്നറ്റ്. യു ആകൃതിയിൽ കാണപ്പെടുന്ന മാഗ്നറ്റാണ് യു മാഗ്നറ്റ്. ഓക്കെ, ഈ യു മാഗ്നറ്റിന് നോർത്തും സൗത്തും ഉണ്ട് കേട്ടോ. അത് ഡിപ്പെൻസ് അപ്പോൺ എന്താണ് ഓരോ ഇതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ നോർത്ത് ആണെങ്കിൽ ഈ ഭാഗം നോർത്ത് ആണെങ്കിൽ ഈ ഭാഗത്ത് സൗത്ത് ആയിരിക്കും. അത് തല തിരിച്ച് വെച്ചാലോ? തല തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമല്ലോ. തല തിരിച്ചാൽ നേരെ എന്തായാലും നോർത്ത് സൗത്ത് അപ്പുറത്തും ഇപ്പുറത്തേക്കും മാറി വളയും. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പം യു മാഗ്നറ്റിന് നോർത്തും സൗത്തും ഉണ്ട്. ഇനി ഇതാ എന്താണ് അടുത്ത റിങ് മാഗ്നറ്റ്. റിങ് മാഗ്നറ്റിൻ്റെ കേസ് എന്താണ്? ഇതാണ് റിങ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിങ് കാണാറില്ലേ നമ്മളില്ലേ? എന്താണ് മോതിരം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാ കാണുന്നില്ലേ റിങ് മാഗ്നറ്റ്. അപ്പോൾ അതിൻ്റെ നോർത്ത് സൗത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? അതിൻ്റെ നോർത്ത് സൗത്ത് ഇതേമാതിരി ഉള്ളിൽ നോർത്ത് ആണെങ്കിൽ പുറമെ എന്താണ് സൗത്ത് ആയിരിക്കും. ഓക്കെ, അതുപോലെ മുകൾ ഭാഗത്തും നോർത്ത് സൗത്തും ഉണ്ടാകാം. മുകൾ ഭാഗത്ത് ഇതാ ഓക്കെ, റിങ് മാഗ്നറ്റിൻ്റെ ഉള്ളിൽ നോർത്ത് ആണെങ്കിൽ പുറമെ സൗത്ത് ആയിരിക്കും. ചിലത് ഉള്ളിൽ സൗത്ത് ആണെങ്കിൽ പുറമെ എന്താവും നോർത്ത് ആയിരിക്കും. അതൊക്കെ ഉണ്ടാകാം. ഇനി റിങ് മാഗ്നറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും കൂടി പറയേണ്ടതുണ്ട്. കാരണം മാഗ്നറ്റിൻ്റെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു വശം നോർത്ത് ആയിരിക്കും, മറ്റേ ഭാഗം എന്ത് ചെയ്യും? സൗത്ത് ആയിട്ട് മാറും. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ റിങ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്തിൻ്റെ ആ റിങ് മാഗ്നറ്റ് ഇവിടെ പൊട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നോർത്ത് ആയിരിക്കും. ഇവിടെ പൊട്ടുകയാണെങ്കിൽ ഇവിടെ നോർത്ത് ആയിരിക്കും, ഇവിടെ സൗത്ത് ആയിരിക്കും. ഇനി ഇവിടെ നോർത്താണ്, ഇവിടെ അടുത്ത സൗത്ത് ആവും. അപ്പോൾ ഇവിടെ ഇനി പൊട്ടുകയാണെങ്കിൽ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഇങ്ങനെ എല്ലാ നോർത്ത് സൗത്ത് കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ റിങ് മാഗ്നറ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, റിങ് മാഗ്നറ്റിനെ കുറിച്ച് കണ്ടല്ലോ. ഇതൊരു റിങ് മാഗ്നറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് സർക്കുലാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സർക്കുലാർ മാഗ്നറ്റ്. ക്ലിയർ? സർക്കുലാർ ഷേപ്പിലല്ലേ ഉള്ളത് അല്ലേ? അപ്പോൾ ഒരു സർക്കുലാർ മാഗ്നറ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, എന്താണ് നാച്ചുറൽ മാഗ്നറ്റിന് പ്രകൃതിയിൽ നേരിട്ട് കാണപ്പെടുന്ന മാഗ്നറ്റാണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നാച്ചുറൽ മാഗ്നറ്റ് ഒരു പ്രത്യേക ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഏത് ഷേപ്പിലും വരയ്ക്കാതെ അത് ഇതുപോലെ ഏത് ഷേപ്പിൽ ഇങ്ങനെ ഏത് രീതിയിലും ഷേപ്പ് ഉണ്ടാകാം. അത് പ്രത്യേക ഷേപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരേപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള മാഗ്നറ്റുകളായിട്ട് തന്നെ കിട്ടിക്കൂടായില്ല. ഏത് ഷേപ്പിലും ആകാം. അതാണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ പ്രത്യേക ഷേപ്പിനനുസരിച്ച് എടുക്കാനൊക്കെ പറ്റുന്നതാണ് ഇത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളുടെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഷേപ്പ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിനെ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നു. അതുപോലെ ഒരു നീഡിൽ പോലെയാണെങ്കിൽ ഇതുപോലെയാണെങ്കിൽ അത് മാഗ്നറ്റിക് നീഡിൽ എന്നാണ് പറയുന്നത്. യു ആകൃതിയിലാണെങ്കിൽ അത് യു മാഗ്നറ്റ് എന്ന് പറയുന്നു. പിന്നെന്താണ് റിങ്ങിൻ്റെ ആകൃതിയിലാണെങ്കിൽ റിങ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ ആക്കിയാൽ മതി. ഇനി അടുത്തത് സർക്കുലാർ ഷേപ്പിലാണെങ്കിൽ അത് സർക്കുലാർ മാഗ്നറ്റ് എന്ന് പറയും. ഇത് മാത്രമല്ല കേട്ടോ, പല വിധത്തിൽ വേറെ മാഗ്നറ്റുകളൊക്കെ ഉണ്ടാകാം. ഓരോ ഷേപ്പിനനുസരിച്ച് ഓരോ പേര് കൊടുക്കുന്നു മാത്രം, അങ്ങനെ ഉണ്ടാകും. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാർ മാഗ്നറ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു പരീക്ഷണശാലയിലും എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബാർ മാഗ്നറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ബാർ മാഗ്നറ്റ് ഒന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നുള്ളത്. അത് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാർ അല്ലേ, എന്താണ് മിൽക്കി ബാർ പോലെ ഈ ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ് അതുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്കോ ഇതുപോലെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ കിടക്കും. ക്ലിയർ? ബോക്സ് പോലെ കിടക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഷേപ്പുള്ള ആകൃതിയിലുള്ളതാണ് ബാർ മാഗ്നറ്റ്. ക്ലിയർ? അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാർ മാഗ്നറ്റിന് പരീക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, കുറച്ച് പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.